ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലസ് മെറ്റാ ആഡ്സ് എന്ന് പറഞ്ഞ കോഴ്സ് നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളൊക്കെ പല സ്ട്രീമിലുള്ള ആൾക്കാരെന്ന് എനിക്കറിയാം. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതേപോലെ വർക്ക് ഇല്ലാതെ വർക്ക് നോക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ 3 കാറ്റഗറി ഓഡിയൻസ് നമ്മൾ ഈ ഒരു കോഴ്സിൽ നിരന്തരം എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കൂടി കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് 20 ദിവസമാകുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 200ഓളം എൻക്വയറീസാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബാച്ച് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കണ്ടക്ട് ചെയ്ത് ഓലെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഓലെ ബിസിനസ്സിൽ ഇപ്പം അത്യാവശ്യം നല്ല റിവ്യൂസ് ഉണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അഫ്നാസ് എന്നാണ്. ഏകദേശം 5-6 വർഷമായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പല കമ്പനീസിൽ ഞാൻ വർക്ക് ചെയ്ത് വരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് ഫേം തുടങ്ങിയതാണ് ബീബൈറ്റ് ലേണിംഗ് ഹബ്ബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിങ്ങും മൾട്ടിമീഡിയയും അതേപോലെ തന്നെ സ്കിൽഡായിട്ടുള്ള, അതായത് IT ഇൻഡസ്ട്രിയിൽ വർക്കൗട്ട് ആവുന്ന കുറേ കോഴ്സസാണ്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ നമ്മൾ ആഡ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യുമ്പോൾ നമുക്ക് നിരന്തരം എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഷോർട്ട് കോഴ്സ് ഏതെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് തന്നെ വരുന്നത്. അപ്പം ബിസിനസ്സുകാരെ സംബന്ധിച്ച് അറിയാലോ, ടൈമില്ല. അപ്പം ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പം എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട് ടൈമിൻ്റെ ഒരു വാല്യൂ കാര്യങ്ങളൊക്കെ. അപ്പം ആ ഒരു ടൈം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു റെക്കോർഡിങ്ങിലേക്ക്, ഇപ്പോൾ ഫസ്റ്റ് നമ്മളെ ക്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഓൺലൈനായിരുന്നു, അതായത് ലൈവ് സെക്ഷൻസ് ആയിരുന്നു. പല ആൾക്കാരും കയറാൻ പല രീതിക്ക് ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഇവിടെയാണ് മീറ്റിങ്സാണ്, അതാണ് ഇതാണെന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു കൺസേൺ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി മുതലുള്ള ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലസ് മെറ്റാ ആഡ്സ് എന്ന് പറഞ്ഞ കോഴ്സ് മാത്രമല്ല, ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഗൂഗിൾ ആഡ്സ്, ഗൂഗിൾ അനലിറ്റിക്സ്, ഗൂഗിൾ സെർച്ച് കൺസോൾ, അതേപോലെ തന്നെ SEO, വെബ്സൈറ്റ് ഡിസൈനിങ്, അങ്ങനെ കുറേ കോഴ്സുകൾ നമ്മളിങ്ങനെ ഷോർട്ട് ആയിട്ട് നമ്മൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ഉണ്ടാവണം. അഫോർഡബിൾ റേറ്റാണ്, അറിയാലോ, നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന പ്രൈസിനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് എന്താക്കുക, അതൊക്കെ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ബിസിനസ്സിൽ നല്ലൊരു ബൂമപ്പ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് കംപ്ലീറ്റ്ലി തിയറി പരിപാടികളാണ്. ഓക്കെ, വലിയതായിട്ട് ചെയ്യാനോ കാണിക്കാനോ ഒന്നുമില്ല. നമ്മൾ അടുത്ത എപ്പിസോഡ് മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാക്ടിക്കലായിട്ടുള്ള ക്ലാസ്സുകൾ വരുന്നത്. ഇന്നിപ്പം എന്താണ് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലസ് മെറ്റാ ആഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നമ്മൾ കൊടുക്കുന്ന ടോപ്പിക്സുകൾ എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. അതിൽ നിങ്ങൾ കേട്ടത് കുറേ ഉണ്ടാവും, കേൾക്കാത്ത കുറേ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഞാൻ വ്യക്തമായിട്ട് പ്രാക്ടിക്കലായിട്ട് കാണിച്ച് തന്നുകൊണ്ട് പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പം ഫസ്റ്റ്ലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കണ്ടൻറ് മാർക്കറ്റിംഗ് ആണ്. അതേപോലെ സെക്കൻഡ് എന്ന് പറയുന്നത് പെയ്ഡ് കണ്ടൻറ് മാർക്കറ്റിംഗ് വരുന്നുണ്ട്. മൂന്നാമത്തത് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗും, നാലാമത്തത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഇങ്ങനെ 4 ടോപ്പിക്കാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലസ് മെറ്റാ ആഡ്സ് എന്ന് പറഞ്ഞ കോഴ്സിൽ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഓർഗാനിക് കണ്ടൻറ് മാർക്കറ്റിംഗ് എല്ലാവർക്കും അറിയാം. നമ്മളെ സ്വന്തമായിട്ട് കണ്ടൻറ്റുകൾ ചെയ്തിട്ട്, ഇപ്പം പേഴ്സണൽ ബ്രാൻഡിങ്, സ്വന്തമായിട്ട് വീഡിയോ ചെയ്യുന്ന കുറേ ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ഷോക്കേസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. പേയ്മെൻറ്റ് കൊടുക്കാതെ കേട്ടോ. ഇപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കാതെ നമ്മൾ പേജ് യൂസ് ചെയ്തിട്ട് പേജിൽ അപ്ലോഡ് ചെയ്തിട്ട് പല ആൾക്കാരും ബിസിനസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും, ഒരു ആഡിൻ്റെ സഹായമുള്ളത്. അങ്ങനെ ചെയ്യുന്ന കുറച്ച് പരിപാടികളാണ് ഓർഗാനിക് കണ്ടൻറ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഏകദേശം 7 ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ കുറിച്ചാണ്. പ്ലാറ്റ്ഫോമിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് ദുബായ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതേപോലെ തന്നെ ഇന്ത്യ എന്ന് പറഞ്ഞാലും നിങ്ങൾക്കറിയാം. ഈ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ലിങ്ക്ഡിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്ലാറ്റ്ഫോമുകളാണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അതേപോലെ ദുബായിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമല്ല ഫസ്റ്റിൽ നിൽക്കുന്നത്. അവിടെ ഫസ്റ്റ് നിൽക്കുന്നത് നമ്മളവിടെ ബാൻ ചെയ്തിട്ടുള്ള ടിക്ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. പിന്നെ ബഹ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് അറിയാം. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ചാറ്റ്, ഇവിടെ നമ്മൾ മെയിനായിട്ട് എൻ്റർടൈൻമെൻറ്റിന് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് അവിടെ മെയിനായിട്ട് ബിസിനസ് നടക്കുന്നത്. അങ്ങനെ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചും അതിൻ്റെ നേച്ചറിനെ കുറിച്ചും, അതായത് ഏതൊക്കെ കൺട്രീസിൽ നമുക്ക് യൂസ് ചെയ്യാം, ഏതൊക്കെ പ്ലാറ്റ്ഫോമാണ് അവിടെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്, അങ്ങനത്തെ കേസുകൾ. അതുപോലെ അക്കൗണ്ട് ക്രിയേഷൻ, അത് എങ്ങനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം, എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നൊക്കെ നമ്മൾ അതിൽ വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ സെക്കൻഡ് പോയിൻ്റാണ് കോമ്പറ്റീറ്റേഴ്സ് അനാലിസിങ് എന്നുള്ളത്. കോമ്പറ്റീറ്റേഴ്സ്, ഇപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു കോമ്പറ്റീറ്റർ ഉണ്ടാകും. അങ്ങനെ കോമ്പറ്റീറ്റർ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൽ ഭയങ്കര ഒരു ക്രൈസ് ഉണ്ടാവുള്ളൂ. ഓനെ തോൽപ്പിക്കണം, അല്ലെങ്കിൽ ഇന്ന കമ്പനീനെക്കാട്ടി നമുക്ക് മെച്ചപ്പെടുത്തണം, നമ്മളെ കമ്പനി ആയിരിക്കണം ഫസ്റ്റ് വൺ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റൺ ചെയ്താൽ മാത്രമേ നമ്മളെ ബിസിനസ് എപ്പോഴും ടോപ്പ് 1 എത്തുള്ളൂ. നമുക്ക് അത്യാവശ്യം റവന്യൂ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് നല്ലൊരു ബിസിനസ്
മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമുക്കിപ്പോൾ നല്ല കോമ്പറ്റീഷനാണ്. അപ്പം ആ ഒരു സോഷ്യൽ മീഡിയയിലെ കോമ്പറ്റീറ്റേഴ്സ് അനലൈസിങ് എങ്ങനെ ചെയ്യാം, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ സോർട്ട് ചെയ്തെടുക്കാനുണ്ട്. ഓരെന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്, നമ്മളെന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്, അതിൽ ഓരോ നമ്മൾ തമ്മിൽ എന്തൊക്കെ ഡിഫറൻസ് ആണ്, നമ്മൾ എന്ത് കാര്യങ്ങളാണ് ഇനി കുറച്ചുകൂടി അടിപൊളിയായിട്ട് ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കോമ്പറ്റീറ്റീവ്സ് അനലൈസിംഗ് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ സ്ട്രാറ്റജി ഡെവലപ്മെൻ്റ് ആണ് മൂന്നാമത്തെ പോയിൻറ്റ്. ഇപ്പം സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം, നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ കമ്പനിക്ക് വേണ്ടി ഒരു USP ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ പ്രൊഡക്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനൊരു USP ഉണ്ടാവും പലർക്കും, അതേപോലെ സർവീസിലാണെന്നുണ്ടെങ്കിൽ ഒരു USP ഉണ്ടാവും. ഇനി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ റണ്ണിങ്ങിൽ നിൽക്കുന്ന ഒരു ബിസിനസ് മോഡൽ നമ്മൾ സെല്ല് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉദ്ദേശിച്ച ഒരു സെയിൽസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഒരു വേരിയേഷൻ, എന്തെങ്കിലും ഒരു ഇന്നോവേഷൻസ് നമ്മളതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ബിസിനസ്സിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം അതെന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് നോക്കേണ്ട ഒരു കേസാണ്. അപ്പം ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള USP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ സ്റ്റൈലാവും, അല്ലെങ്കിൽ നമ്മുടെ പേജിൻ്റെ ഒരു വൃത്തിയായിരിക്കാം, സ്ട്രക്ചറിങ്, കളറിലോ ടെക്സ്റ്റിലോ അങ്ങനെ പലതിലും ആവാം. പിന്നെ എന്താ പറയുക, നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ്, ഇങ്ങനെ കുറച്ച് USP നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കസ്റ്റമേഴ്സിന് എപ്പോഴും എളുപ്പമായിരിക്കും. ഇപ്പോൾ മൗസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയാത്തവരുണ്ടെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ മതി. ഒരു അവിൽ മിൽക്ക് കൊടുക്കുന്നൊരു കടയാണ്. അതുപോലെ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളർ പാലറ്റിലാണ് പിടിച്ചിരിക്കുന്നത്, ഒരു യെല്ലോ, അത് മഞ്ഞ കോമ്പിനേഷനിലാണ് അവർ പിടിച്ചിരിക്കുന്നത്. അപ്പം ഓരൊരു ബ്രാൻഡ് ആര് കണ്ടു കഴിഞ്ഞാലും, ഒരു യെല്ലോ കളർ എവിടെ കണ്ടു കഴിഞ്ഞാലും ആ ഒരു ബ്രാൻഡിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം അങ്ങനെ കളർ ബ്രാൻഡിങ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റിൽ വരുന്നത്. പിന്നെ നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് കണ്ടൻറ് പില്ലറും ടൈം ലൈൻ ക്രിയേഷനും. ഇപ്പോൾ കണ്ടൻറ് പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാകും, ഒരു വീക്കിൽ നമ്മൾ എന്തൊക്കെ കണ്ടൻറ്റ്സാണ് ഇടാൻ പോകുന്നത്, ആ കണ്ടൻറ്റ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം അവയർനെസ്സിനാണോ, ആൾക്കാരെ അറിയിക്കാനാണോ, അല്ലെങ്കിൽ ലീഡ് കളക്ട് ചെയ്യാനാണോ, അല്ലെങ്കിൽ സെയിൽസ് ഉണ്ടാക്കാനാണോ, എന്താണ് നമ്മളെ ഗോള്, അത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു കണ്ടൻറ് പില്ലർ 1 by 1 ആയിട്ട് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കണ്ടൻറ് പില്ലർ ഡിസൈൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സർക്കിൾ ഇങ്ങനെ വർക്കൗട്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ അടുത്ത കണ്ടൻറ് പില്ലർ ഉണ്ടാക്കണം, എന്നിട്ട് അത് വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ അടുത്ത കണ്ടൻറ് പില്ലർ ഉണ്ടാക്കണം. അതിൽ ഏതെങ്കിലും ഒരു കണ്ടൻറ് പില്ലർ നമ്മൾ വർക്ക് ചെയ്യും. ആ ഒരു കണ്ടൻറ് പില്ലർ വ്യക്തമായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ ടൈം ലൈൻ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൂടെ പല ബസ്സുകൾ സഞ്ചരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബസ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന ബസ് ഇന്ന ടൈമിനാണ്, ഇന്ന ബസ് ഇന്ന ടൈമിനാണ്. ആ ഒരു സാധനമാണ് കൺസിസ്റ്റൻസി അല്ലേ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മേരിമാത എന്ന് പറഞ്ഞ ബസ് അപ്പോൾ വരും 5 മണിക്കാണ്. അതേപോലെ നമുക്കൊരു ടൈം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം ഇന്ന പേജത്തെ ഇന്നപോലെ കണ്ടൻറ്റ് ഇന്ന ടൈമിൽ വരും. അപ്പോൾ നമ്മുടെ ഓഡിയൻസിനെ റിട്ടൻഷൻ ചെയ്യണം. അതായത് പോലെ നമ്മളങ്ങനെ റീമാർക്കറ്റിംഗ് ചെയ്യുന്ന പോലെ ചെയ്യണം. ഓക്കെ, പിടിച്ചു വെക്കുകയാണ്. ആ ടൈമിൽ നമ്മൾ കാണണം. ആ കാണാൻ വേണ്ടിയുള്ള കണ്ടൻ്റ് ആയിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതും. ഓൾക്ക് എൻ്റർടൈൻമെൻറ്റിലൂടെയാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് കാണിക്കുന്നതെങ്കിൽ അങ്ങനെ വേണം ചെയ്യാൻ. അപ്പം ആ ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ മൺഡേയിൽ നമ്മൾ ഇന്ന ടൈമിനായിരിക്കും, ട്യൂസ്ഡേയിൽ നമ്മൾ ഇന്ന ടൈമിനായിരിക്കും. അങ്ങനെ ഒരു ഷെഡ്യൂൾ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓഡിയൻസിന് നമ്മളെ ഒരു കണ്ടൻറ്റ് കാണാനും നമ്മളെ റിട്ടൻഷൻ ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മാനേജിങ് ടൂൾസാണ്. അപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, അങ്ങനെ കുറേ പ്ലാറ്റ്ഫോംസുകളുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ഇൻഡിവിജ്വലി മാനേജ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ മാനേജിങ് ടൂൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കൂടി കണക്ട് ചെയ്തിട്ട് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊക്കെ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല ടൈം ലാഭിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ആ ലെവലിൽ നിങ്ങൾക്കും അത് ഹെൽപ്ഫുള്ളാവും. പിന്നെ അവസാനത്തെ പോയിൻ്റാണ് പെർഫോമൻസ് അനലൈസിങ് എന്ന് പറഞ്ഞ പാർട്ട്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ക്യാമ്പയിൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ കണ്ടൻറ് ഇടുമ്പോഴും നമുക്കൊരു നീഡ് ഉണ്ടാവും അല്ലേ, ഒരാവശ്യം ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ കുറേ ലീഡ്സ് കിട്ടണം, കുറേ നമ്പേഴ്സ് കിട്ടണം, അതായിരിക്കാം. അല്ലെങ്കിൽ ഇത്ര വ്യൂസ് കിട്ടണം, അല്ലെങ്കിൽ ഇത്ര ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ലൈക്ക്, ഷെയർ, കമൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പോർഷനാണ്. അപ്പം അതിൽ ഇത്ര സേവ് കിട്ടണം, അല്ലെങ്കിൽ ഇത്ര കമൻറ്റ് കിട്ടണം, അല്ലെങ്കിൽ ഇത്ര ലൈക്ക് കിട്ടണം. അങ്ങനെ ഓരോന്നിനും ഓരോ ഗോളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കണ്ടൻറ്റും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ആ പെർഫോമൻസ് നോക്കിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഗോളിലേക്ക് എത്തിയില്ലെങ്കിൽ അവിടെ നമ്മൾ അടുത്ത വർക്കൗട്ട് ചെയ്യാനും, ആ വർക്കൗട്ട് ചെയ്യുന്നതിലാണ് കാര്യം അല്ലേ.
നമ്മൾ വർക്കൗട്ട് ചെയ്യാതെ അയ്യോ ഇതിന് ഇത്രേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഗോളിലേക്ക് എത്താനേ പറ്റില്ല. നമുക്ക് ഫെയിലാവും. അതിനനുസരിച്ച് നമ്മൾ പിന്നെയും പ്ലാനുകൾ മാറ്റുക, എക്സിക്യൂട്ട് ചെയ്യുക, പ്ലാനുകൾ മാറ്റുക, എക്സിക്യൂട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് അനലൈസ് ചെയ്യാൻ കുറച്ച് ടൂൾസുകളുണ്ട്, അതാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ തിയറി ക്ലാസ്. അടുത്ത ക്ലാസ്സുകൾ മുതൽ നമ്മൾ പക്ക പ്രാക്ടിക്കലായിരിക്കും. ഞാനിങ്ങനെ ചെയ്ത് കാണിച്ചു തരും, അതിനനുസരിച്ച് ചെയ്തു പോവുക. എൻഡ് ഓഫ് ദി ഡേ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഈ ക്ലാസ്സിലൂടെ. പിന്നെ അടുത്തൊരു ടോപ്പിക്കാണ് നമ്മളെ പെയ്ഡ് കണ്ടൻറ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പെയ്ഡ് കണ്ടൻറ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈസിയാണ് എനിക്ക് പറഞ്ഞുതരാൻ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കൊക്കെ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരുപാട് ആഡ്സുകൾ കാണും അല്ലേ. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ബട്ടൺസ് ഉണ്ടാവും. വാട്സപ്പിലേക്ക് ചാറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടും, നമ്മൾ വെബ്സൈറ്റിലേക്ക് വിസിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടും, പിന്നെ അതേപോലെ ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടും, ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടും, അങ്ങനെ കുറേ ബട്ടൺസിൽ ഒരുപാട് ആഡുകൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം അല്ലേ. അപ്പോൾ ആ ഒരു ടൈപ്പ് ആഡ് ചെയ്യുന്നതിനാണ്, അതൊരു കണ്ടൻറ്റിലൂടെയാണ്, ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ പോസ്റ്ററിലൂടെയാണ് ആഡ് ചെയ്യുന്നത് അല്ലേ. ആ ഒരു സാധനത്തെയാണ് നമ്മളെന്ത് പറയുന്നത്, പെയ്ഡ് കണ്ടൻറ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് ഒബ്ജക്റ്റീവ്സിൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പണ്ട് നമ്മളൊരു കട തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, നോട്ടീസ് അടിക്കും, എല്ലാവർക്കും കൊടുക്കും. അതേപോലെ തന്നെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കട തുടങ്ങുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യും, അല്ലെങ്കിൽ ഒരു വീഡിയോ ഡിസൈൻ ചെയ്യും. അത് നമ്മൾ നേരെ ഈ മെറ്റാ ആഡ്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ആഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ അവിടെ ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അവെയർനെസ് എന്ന് പറയുന്നതാണല്ലോ നോട്ടീസ് ഇടൽ, എല്ലാവരെയും അറിയിക്കുക. അതിന് വേണ്ടി ഒരു ക്യാമ്പയിൻ ഉണ്ട്, നമ്പേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ ഉണ്ട്, അതേപോലെ തന്നെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനൊരു ക്യാമ്പയിൻ ഉണ്ട്, ആപ്പുകളുണ്ടെന്നാണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യിപ്പിക്കാൻ ക്യാമ്പയിൻസ് ഉണ്ട്. അങ്ങനെ കുറേ ക്യാമ്പയിൻസുകൾ നമുക്കതിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ 1 by 1 ആയിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയുന്നത് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല എന്താണ്, എല്ലാവരും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ട് നിങ്ങൾ 0 കോസ്റ്റിലായിരിക്കും ചിലവരൊക്കെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ടൈമിന് നമുക്ക് ആരെങ്കിലുമൊക്കെ ഒരു താങ്ങും തണലും ഉണ്ടെങ്കിൽ ബിസിനസ് ഒന്ന് മുന്നോട്ട് പോകുള്ളൂ. അതിന് വേണ്ടിയുള്ള സെക്ഷനാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഒരു കാർ വാഷ് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണല്ലോ. ഈ കാർ വാഷ് നമ്മൾ പുതിയതായിട്ടൊരു കാർ വാഷ് ഡിസൈൻ ചെയ്തു. ഈ കാർ വാഷ് നമുക്ക് സെല്ല് ചെയ്യണം. ആ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം വണ്ടീനെ കുറിച്ച് കുറേ വീഡിയോ ചെയ്യുന്ന കുറേ ആൾക്കാർ നമുക്കറിയാം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം കാണുന്നതാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ മെസ്സേജ് ചെയ്തിട്ട് നമ്മളതിൽ ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് നിങ്ങളെ പേജിലൂടെ നിങ്ങൾ വിറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ കമ്മീഷൻ, നമ്മളെ പ്രൊഡക്റ്റ് വിറ്റിട്ട് കിട്ടുന്നതിൻ്റെ ഇത്ര ശതമാനം നിങ്ങൾക്ക് തരാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് അപ്ഫ്രണ്ട് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ പ്രൊഡക്റ്റ് പോലെ വിറ്റ് തരുന്നു, അതിന് നമ്മളൊരു കമ്മീഷൻ കൊടുക്കുന്നു. ഏജൻറ്റ് വർക്ക് ആ ലെവലിൽ നമുക്ക് 0 കോസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പരിപാടിയാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. ഓല് സ്റ്റോറി ഇട്ടിട്ടാവും, റീൽ ഇട്ടിട്ടാവും, പോസ്റ്റ് ഇട്ടിട്ടാവും, പല രീതിക്കായിരിക്കാം. ഇപ്പം ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് വണ്ടി കഴുകിയിട്ട് അതിനെക്കുറിച്ച് റിവ്യൂ പറഞ്ഞിട്ടാവും, അങ്ങനെ പല രീതിക്ക് ഓല് മാർക്കറ്റ് ചെയ്തിട്ട് അത് വിൽക്കും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു ഇൻഫ്ലുവൻസർ ആണെന്ന് ചോദിക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു സൺസ്ക്രീമാണ് അല്ലെങ്കിൽ ഒരു കാർ വാഷ് തന്നെയാണെന്ന് ചോദിക്കുക സെല്ല് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഇതേപോലത്തെ ഒരു പ്രൊഡക്റ്റ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇത് കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഓൺലൈനിലൂടെ വാങ്ങിയാണ്, ഇന്ന പേജിൽ നിന്ന് ഇന്ന സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ കാറ് ഒരു രക്ഷയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല റിവ്യൂസ് തന്നിട്ട് നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കാം അല്ലേ. അപ്പം ആ വാങ്ങുമ്പം എൻ്റെ ആളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഞാനൊരു കോഡ് തരാം, എൻ്റെ ഈ കോഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിന് ഇത്ര ഡിസ്കൗണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആ ഒരു വീഡിയോൻ്റെ കൺക്ലൂഷൻ വരിക. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റിങ്ങിനാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും അവസാനത്തെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കൊളാബറേഷനാണ്. അത്യാവശ്യം ഹൈപ്പുള്ള പ്രൊഫൈലിൽ നമ്മളെ ഒരു സ്ട്രീമിൽ തന്നെ നമ്മളെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ഒരു ബാക്കപ്പുള്ള പേജ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. ആ ഫൈൻഡ് ചെയ്തിട്ട് ഓലം കൊണ്ട് എന്താക്കുന്നു, വീഡിയോ ചെയ്യിപ്പിക്കുന്നു. ആ വീഡിയോ നമ്മളെ പേജുമായിട്ട് കൊളാബ് ചെയ്യുന്നു. ഓല പേജിലേക്ക് വരുന്ന ഫോളോവേഴ്സ് നമുക്കും കുറേയൊക്കെ ഫോളോവേഴ്സായിട്ട് മാറുന്നു അല്ലേ. ഇപ്പോൾ ഗീവ് അവേ ഒക്കെ ചെയ്യുമ്പോൾ ഗീവ് അവേ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇന്ന പേജ് ഫോളോ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയും ആ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വർക്കൗട്ട് ആവും. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കറക്റ്റ് പോയിൻ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഈ
20 അല്ലെങ്കിൽ 23 എപ്പിസോഡ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഓരോ എപ്പിസോഡും മിസ് ചെയ്യാണ്ട് കാണുക. അത് പ്രാക്ടിക്കലായിട്ടായിരിക്കും അടുത്ത സെക്ഷൻ വരിക. നിങ്ങളെന്താക്കുക, അതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് എല്ലാ ഡൗട്ടുകളും ഒരു നോട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്സിൽ ചെയ്യുന്ന ആൾക്കാരാവും, അല്ലെങ്കിൽ അതൊന്ന് യൂസ് ചെയ്യാത്ത അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. നമ്മളെ ഗ്രൂപ്പിൽ ചോദിക്കുക. ഇനി ഗ്രൂപ്പ് ചോദിക്കാൻ മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി എന്നോട് ചോദിക്കാം. എൻ്റെ നമ്പർ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടുന്നതായിരിക്കും. അതിൽ ചോദിച്ചിട്ട് നിങ്ങളെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ലിയർ ആക്കിയിരിക്കണം. ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ ബിസിനസ്സിൽ നല്ലൊരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് ഞാൻ അഷ്യൂർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളെ ഉദ്ദേശിച്ച ഓഡിയൻസിലേക്ക് എത്തേണ്ടത്, പോലെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റീമാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടൂൾസുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈസി ആയിട്ട് കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യാനും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഇൻസൈറ്റ് ചെക്ക് ചെയ്യാനും അങ്ങനെ പല ടൂൾസുകളും ടൂൾസുകളും നമ്മളിതിൽ ഡിസ്കഷൻ വെക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് പുറത്തായിരുന്നു ഇതുവരെ ആക്റ്റീവായിട്ടുള്ളത്. നമുക്കിപ്പം അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റാഗ്രാം ഷോപ്പിംഗ് കൂടി നമ്മൾ ഈ ഒരു ഇതിൽ പർച്ചേസ് ചെയ്യുന്നത്. അത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആമസോണിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ ഒക്കെ ആഡുകൾ നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അതിൽ പോസ്റ്റേഴ്സ്, കാരോസൽ പോസ്റ്റേഴ്സ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന പോസ്റ്ററിലായിരിക്കും 4 ബോക്സിൽ 4 പ്രൊഡക്റ്റായിട്ട് ഓരോ സ്ലൈഡറിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഡയറക്ഷൻ പോകുന്നത് എങ്ങോട്ടാണ്, ആ ഒരു ആമസോണിൻ്റെ ആ പ്രോഡക്റ്റ് നിൽക്കുന്ന സെക്ഷനിലേക്കാണ്. ഡയറക്റ്റ് അതിലേക്ക് കയറുന്നു, പ്രൈസ് കാണുന്നു, പർച്ചേസ് ചെയ്യുന്നു. ആ ലെവലിൽ നമുക്ക് ഇൻസ്റ്റഗ്രാം ഷോപ്പിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ അതും നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓരോ വലിച്ചു വാരിയോ കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ബിസിനസ്സിൽ ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഫഷനൊന്ന് അപ്സ്കിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ജോലി നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് പണിയെടുക്കാൻ പറ്റാവുന്ന ടോപ്പിക്കുകൾ മാത്രമാണ് നമ്മൾ ഈ കോഴ്സിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പം ബാക്കിയുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. ഓരോ എപ്പിസോഡ് മിസ് ചെയ്യാണ്ട് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.